നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ചില ദേവീദേവന്മാരുടെ വഴിപാടുകളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഗണപതിക്ക് പുഷ്പം, കറുകപ്പുല്ല്, നിവേദ്യം മോദകം, ഒറ്റയപ്പം, അർച്ചന, ഗണപതി സൂക്താർച്ചന, അഷ്ടോത്തരാർച്ചന മുതലായവ. ഹോമം: ഗണപതി ഹോമം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം. ഫലം: വിഘ്നനാശം, വിദ്യാവിജയം. പ്രത്യേക വഴിപാട്: നാളികേരമുടയ്ക്കൽ. അടുത്തായിട്ട് സരസ്വതിയുടെയാണ്. പുഷ്പം താമര, നിവേദ്യം പഴം, ത്രിമധുരം, പഞ്ചാമൃതം. അർച്ചന സരസ്വതി പുഷ്പാഞ്ജലി. ഫലം വിദ്യാവിജയം, കവിത്വം. 3. വിഷ്ണു. പുഷ്പം തുളസി, ചെത്തി മുതലായവ. അർച്ചന വിഷ്ണു സഹസ്രനാമ സ്തോത്രം, വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം മുതലായവ കൊണ്ടുള്ളത്. ഹോമം സുദർശന ഹോമം. ഫലം ശത്രുനാശം, ഉദ്യോഗലബ്ധി, ആയുരാരോഗ്യ സൗഖ്യം, ബുദ്ധിവികാസം. മത്സ്യമൂർത്തി. പുഷ്പമന്ദാരം, നിവേദ്യം മലർപ്പൊടി. ഫലം കാര്യസാധ്യം, ദുഃഖനാശം, രോഗസൗഖ്യം. കൂർമ്മമൂർത്തിക്ക് പുഷ്പം ചെത്തിമൊട്ട്, നിവേദ്യം ത്രിമധുരം, അപ്പം. ഫലം ഇന്ദ്രിയനിഗ്രഹം, ഗൃഹലാഭം, ദീർഘായുസ്, ബുദ്ധിശക്തിയുടെ വർധന. വരാഹമൂർത്തി. പുഷ്പം തുളസി, നിവേദ്യം അപ്പം, നെയ്പായസം. ഫലം വേദപാണ്ഡിത്യം, വിദ്യാവിജയം, ശാന്തി, സമ്പൽലാഭം. നരസിംഹമൂർത്തി. പുഷ്പം ചുവന്ന ചെത്തി, നിവേദ്യം പായസം. ഫലം ശത്രുനാശം, രോഗശാന്തി, പാപനാശം, ആരോഗ്യം, ശൗര്യം, വീര്യം, ശക്തി മുതലായവയുടെ വർധന. വാമനൻ. പുഷ്പം വാടാക്കുറിഞ്ഞിപ്പൂവ്, നിവേദ്യം കദളിപ്പഴം, പായസം. ഫലം സൗമനസ്യം, വിനയം, കർമ്മകുശലത, ബുദ്ധിസാമർഥ്യം, വിഘ്നനാശം. പരശുരാമൻ. പുഷ്പം രാമതുളസി, നിവേദ്യം ശർക്കര പായസം. ഫലം ശത്രുനാശം, ശൗര്യം, കർമ്മകുശലത, പാപനാശം. സ്ഥാനലബ്ധി, അയോധന കലകളിൽ വിജയം. ശ്രീരാമൻ. പുഷ്പം മുല്ലമൊട്ട്, രാമതുളസി, നിവേദ്യം പാൽപായസം, പഴം, അവൽ. ഫലം ദാമ്പത്യവിജയം, ശാന്തത, ശൗര്യം, നേതൃത്വപാടവം, ഏകപത്നി വ്രതം, കുടുംബശാന്തി, ദുഃഖനിവാരണം, വിവാഹലബ്ധി, ഉദ്യോഗലബ്ധി, ജ്ഞാനപ്രാപ്തി. ബലരാമൻ. പുഷ്പം വെളുത്ത ശംഖുപുഷ്പം, നിവേദ്യം പായസം. ഫലം കൃഷി, വ്യവസായം, ആയുധ സംബന്ധമായ പ്രവൃത്തികളിൽ വിജയം, വ്യവഹാര വിജയം, സുഹൃത് സംഗമം. ശ്രീകൃഷ്ണൻ. പുഷ്പം തുളസി, നീല ശംഖുപുഷ്പം, നിവേദ്യം വെണ്ണ, അവൽ, പഴം, പായസം.